നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CMB, RSP ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് സീറ്റ് നൽകുന്നതിൽ UDF-ൽ തീരുമാനം നിലയ്ക്കുകയാണ്. തീരുമാനം വേഗത്തിലാക്കണമെന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് തീരുമാനിക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. 10 സീറ്റ് നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. UDF-ൽ കൃത്യമായി ചർച്ച നടക്കുന്നില്ലെന്ന് CMB നേതാവ് CN വിജയകൃഷ്ണൻ 24-നോട് പറഞ്ഞു. 24 ബ്രേക്കിംഗ് ന്യൂസ്. ആദ്യം നമുക്ക് പ്രതികരണം ഒന്ന് കാണാം. UDF-ൽ കേരള കോൺഗ്രസ് ജോസഫും ലീഗും ഒഴിച്ചു കഴിഞ്ഞാൽ ആകെ RSP അടക്കം CMB അടക്കം രമയടക്കമുള്ള ആളുകൾക്ക് ആകെ 15 സീറ്റ് കൊണ്ട് തീർക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ സീറ്റ് ചർച്ച എവിടെയും തീരുന്നില്ല. ജാഥ തുടങ്ങുന്നതിനെക്കാട്ടും മുമ്പേ UDF-ൻ്റെ സീറ്റ് ചർച്ചകൾ തീരും എന്ന് പറഞ്ഞതാണ്. അത് തീർന്നില്ല. VD സതീശൻ നേരിട്ട് ജനങ്ങളോട് പറഞ്ഞതാണ് CMBക്ക് 2 സീറ്റ് ഉണ്ടാവും, 1-ൽ കൂടുതൽ MLA-മാരുണ്ടാവും. VD സതീശനെ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ഒരു കക്ഷികളാണ് ഞങ്ങൾ. നാളെ ഞായറാഴ്ചയാണ്, നാളെ തന്നെ തീർത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് വേണ്ടത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം, വിവരങ്ങൾ പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. UDF-ന്റെ സീറ്റ് ചർച്ചയിൽ വളരെ കൃത്യമായ നിലപാടാണ് CMB-യുടെ സംസ്ഥാന സെക്രട്ടറി സഹകരണ മേഖലയിലെ പ്രമുഖനായ CN വിജയകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. അതായത് 2-3 കാര്യങ്ങൾ 24-ന്റെ ഈ എക്സ്ക്ലൂസീവ് വാർത്തയിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഒന്ന്, സീറ്റ് ചർച്ച ജാഥ തുടങ്ങും മുമ്പ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന നവയുഗ യാത്ര തുടങ്ങും മുൻപ് തന്നെ പൂർത്തിയാകുമെന്ന് പറഞ്ഞു. ജാഥ പകുതിയായിട്ടും അത് പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ്. CMBക്ക് 2 സീറ്റ് എന്ന് പരസ്യമായി പറഞ്ഞു. പക്ഷേ എന്നാൽ 1 സീറ്റ് പോലും ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. CP ജോണിന്റെ സീറ്റ് പോലും എന്തുകൊണ്ട് പ്രഖ്യാപിക്കാൻ വൈകുന്നു എന്നാണ് വിജയകൃഷ്ണൻ ചോദിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, ഈ ചെറുകക്ഷികളുടെ കാര്യത്തിൽ തീരുമാനമാകാത്തത് മങ്ങലേൽപ്പിക്കും, ഇത് LDF-ന് ഗുണം ചെയ്യും എന്ന് പറയുകയാണ്. അതായത് കൃത്യമായി UDF-ൽ ചർച്ച നടക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം. സാധാരണ UDF-ൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമായി ചർച്ചകൾ നടക്കും, പൊതുവിൽ ചർച്ചയില്ലെങ്കിലും. പക്ഷേ എന്നാൽ ഇപ്പോൾ ആ ചർച്ചയും നടക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ രാഷ്ട്രീയ ആരോപണമാണ് CMB-യുടെ സംസ്ഥാന സെക്രട്ടറിയായ CN വിജയകൃഷ്ണൻ 24-നോട് പങ്കുവച്ചത്. മറ്റൊരു കാര്യം, PK ശശി ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരമൊരു മണ്ടത്തരം PK ശശി ചെയ്യുമോ? ജയിക്കാൻ സാധ്യതയുള്ള സീറ്റില്ല പാലക്കാട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ഏതായാലും CN വിജയകൃഷ്ണൻ UDF-ൽ ചർച്ച നടക്കുന്നില്ല എന്ന് പറയുന്നതിലൂടെ മറ്റൊരു കാര്യം കൂടി പറയുന്നു. നാളെ ഞായറാഴ്ചയാണ്, നാളെ തന്നെ ചെറുകക്ഷികളുടെ സീറ്റ് കാര്യത്തിൽ ധാരണയാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. SKN മറ്റൊരു കാര്യം, CMP-യെ നേരത്തെ തന്നെ ഇടതുമുന്നണി ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. അത്തരം ചർച്ചകൾ രഹസ്യമായി നടക്കുന്നുണ്ട്. അത് നടക്കുന്നതിനിടയിലാണ് സഹകരണ മേഖലയിലെ പ്രമുഖനായ CMP-യുടെ സംസ്ഥാന സെക്രട്ടറി ഇത് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് രാഷ്ട്രീയമാനം വളരെ വലുതാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.